തൊടുന്നത് വരെ മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് കലാപരമായിട്ടും സാംസ്കാരികമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. ദൈവത്തെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ തൊടുന്ന കാര്യങ്ങളെ പറയത്തുള്ളൂ. ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട്, പല ആധ്യാത്മിക ഗുരുക്കന്മാർ പോലും ഈ സാംസ്കാരികവും കലാപരവുമായിട്ടുള്ള ആധ്യാത്മിക വിഷയങ്ങൾ സംസാരിക്കുന്നതിൻ്റെ കാരണം അവരെ ഒരറിവിൻ്റെ തലത്തിലേക്ക് കർത്താവിനെ ബൗദ്ധികമായൊരു അന്വേഷണത്തിൻ്റെ വസ്തു എന്ന രീതിയിൽ ദൈവത്തെ ചുരുക്കുന്നത് കൊണ്ടാണ് അനന്തമായ അന്വേഷണം നീണ്ടുപോകുന്നത്. ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അന്വേഷണമില്ല, പിന്നെ അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ മുമ്പിലുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ അനുഭവം എന്തുമാത്രം സയൻറ്റിഫിക് ആക്കി എടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സുവിശേഷ വിഹിതമായ ആത്മീയ സരണികൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അനുഭവത്തിൻ്റെ പുതിയ പുതിയ തലങ്ങളിലേക്ക് എങ്ങനെ കയറി പോകാൻ പറ്റുമെന്നുള്ളതാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഉടമ്പടി പുതുക്കാൻ ഉദ്ദേശിക്കുന്നവരെക്കുറിച്ചാണ്. ഉടമ്പടി എടുക്കുന്നവരെക്കുറിച്ചുള്ള ക്ലാസ്സുകളും മോഡിൽ സാധാരണ കിട്ടാറുണ്ട്. ഉടമ്പടി പുതുക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പക്ഷേ ഒരു 500ാമത്തെ ക്ലാസ്സാണിത്. 500 സബ്ജക്റ്റായിരിക്കും. ഉടമ്പടി പുതുക്കുന്നവർ ദൈവത്തെ പുതുക്കുന്നു, തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൽ വളരുന്നു. ഈ വളർച്ചയുടെ വഴികൾ, പടവുകൾ, ബോധപൂർവമായൊരു അന്വേഷണം നമ്മുടെ മുമ്പിൽ നിന്ന് ഉണ്ടാകുന്നിടത്ത് വെച്ചാണ് അനുഭവങ്ങൾ, പുതിയ പുതിയ അനുഭവങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ വരാൻ പോകുന്ന പ്രശ്നം നമ്മുടെ സ്പിരിച്വാലിറ്റി ഇൻറ്റൻഷൻ ബേസ്ഡായി പോകും. നമ്മൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പൈതലെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പ്രാർത്ഥനാർത്ഥി അല്ലെങ്കിൽ ഇൻറ്റൻഷൻ ബേസ്ഡായിട്ടുള്ള കുറച്ച് നിയോഗങ്ങളുള്ള ദൈവദൃശ്യനെ കുറച്ച് നിയോഗങ്ങൾ നിറവേറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലേ വരത്തുള്ളത്. അങ്ങനെ ആ ഒരു സ്ഥലത്ത് നമുക്ക് അധികകാലം തുടരാൻ പറ്റത്തില്ല. കുറച്ച് നിയോഗങ്ങൾ നിവർത്തിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് നിയോഗങ്ങൾ നിവർത്തിയാക്കാൻ വേണ്ടി ദൈവദൃശ്യനിധിയിൽ ഇങ്ങനെ ഭിക്ഷാന്തേഹിയായി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ദൈവദൃശ്യനിധി നമുക്ക് അധികകാലം തുടരാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു ടൈമുണ്ട്. ആ ടൈം കഴിഞ്ഞാൽ ദൈവത്തെ എന്തോ മിസ്യൂസ് ചെയ്യുന്ന